എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുടുംബത്തോടൊപ്പം ഇന്ത്യയുടെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള മനോഹരമായ കന്യാകുമാരിയിലേക്കാണ് യാത്ര. മാത്തുന് ഇഡ്ലി പാപ്പം വേണടാ. മാത്തു ഇഡ്ലി പാപ്പം വേണ ഇഷ്ട? ഞങ്ങളിപ്പോൾ പോകുന്നത് കാലത്ത് തൃശ്ശൂർ 5:45 വണ്ടിക്കാണ്, കന്യാകുമാരി എക്സ്പ്രസ്. അത് വന്ന് ഇവിടെ ഒരു 3 മണിക്ക് കന്യാകുമാരിയിൽ എത്തിച്ചേരുന്നതാണ്. കന്യാകുമാരി എത്തി ഗൈസ്. അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കന്യാകുമാരിയിലാണ്. ഇതേ മാത്തുട്ട് ഉറങ്ങി. അപ്പൊ ഇന്ന് ഫാമിലി ആയിട്ടാണ് നമ്മൾ കന്യാകുമാരിക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഇവിടെ ഏറ്റവും പ്രശസ്തമായ ഒരു സ്മാരകങ്ങളിൽ ഒന്നാണ് വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. 1892 സ്വാമി വിവേകാനന്ദൻ ഇവിടെ വന്ന് ധ്യാനം ചെയ്തതെന്നാണ് പറയണേ. പ്രിയ, അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്ത്യയിലത്തെ സദേൺ എൻഡ്, അതായത് കന്യാകുമാരി. ഇനി ഇവിടെ നിന്ന് റെയിൽ പാലം ഉണ്ടാവില്ലടി. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മളൊരു ടാക്സി പിടിച്ചിട്ട് വേണം ഇവിടേക്ക് റൂമിലേക്ക് എത്താനായിട്ട്. അപ്പൊ ഞാൻ മേക്ക് മൈ ട്രിപ്പ് വഴി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വിവേകാനന്ദ റോക്കിലേക്കുള്ള എൻട്രൻസ് ഇല്ല. അപ്പം ഞങ്ങൾ വേഗം ട്രെയിൻ ഇറങ്ങിയ വശം ബാഗെല്ലാം റൂമിൽ വെച്ച് ഞങ്ങൾ ഉള്ളിലേക്ക് എൻ്റർ ചെയ്യാം. 4 മണി വരെയല്ലോ. വേഗം കയറാൻ മമ്മി നോക്കിയേ. വിവേകാനന്ദ റോക്കിന്റെ സമീപത്ത് തന്നെ ആ കാണുന്ന ഒരു സ്റ്റാച്ചു ആണ് തിരുവള്ളൂർ സ്റ്റാച്ചു. ഏകദേശം 133 അടി ഉയരമാണ് ഇതിനുള്ളത്. കണ്ടമാനം അന്യ സംസ്ഥാനത്തിനുള്ള ആൾക്കാർ ഇത് കാണാനായിട്ട് ഇവിടെ വരുന്നുണ്ട് കേട്ടോ. തിരുവള്ളൂരിൻ്റെ 133 അധ്യായങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഈ ഉയരം നിശ്ചയിച്ചിട്ടുള്ളത്. ചൂടില്ല. എന്നെ സമയം 4 മണിയില്ല, 4 മണിയാ പറയില്ല. അതാ ശരിക്കും ഉച്ച നേരത്തൊക്കെ വരാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, നല്ല വിലയായിരിക്കും. ആക്ച്വലി ഇതിൽ എൻട്രൻസ് ഫീസ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ്. അപ്പോൾ സ്പെഷ്യൽ ചാർജസ് 300 കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വേഗം ഉള്ളിലേക്ക് എടുക്കാം. ഞങ്ങൾ സ്പെഷ്യൽ ചാർജസ് കൊടുത്തിട്ടാണ് ഉള്ളിലേക്ക് വേഗം കിടന്നത്. അല്ലെങ്കിൽ അതെ, ഈ കാണുന്നതാണ് കേട്ടോ വിവേകാനന്ദ റോക്ക്. ഇതിന്റെ മേലെയാണ് സ്വാമി വിവേകാനന്ദൻ ധ്യാനം ചെയ്തിരുന്നത്. ഇതുപോലെ സോംനാഥ് പോയ എൻ്റെ ഓർമ്മയാണ് എനിക്ക് വരുന്നത്. ആക്ച്വലി സോംനാഥ് ഭയങ്കര പീസ്ഫുൾനെസ് അനുഭവിച്ചൊരു സ്ഥലമാണ്. അത് ഇതുപോലെ തന്നെ 2 കടല് ഒത്തുചേരുന്ന സ്ഥലം. അതേപോലെ ഇതും ബേ ഓഫ് ബംഗാളും അറേബ്യൻ കടലും ഒരുമിക്കണ ഒരു സംഗമമാണ് ഇത്. പ്രകൃതിയുടെ സൗന്ദര്യം മാത്രമല്ല, അവിടുത്തെ സംസ്കാരവും ചരിത്രവും ആത്മീയതയും ഇതെല്ലാം ഒത്തുചേർന്ന ഒരു സ്ഥലമാണ് ഈ കന്യാകുമാരി. ഇവിടെ ഇരിക്കുമ്പോൾ നല്ല സുഖമുള്ള ഒരു കാറ്റ് നമുക്ക് അനുഭവിക്കാം കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യായിരിക്കും നല്ലത്. 2024 അവസാനമായിട്ട് കൺസ്ട്രക്ട് ചെയ്ത ഗ്ലാസ് ബ്രിഡ്ജാണ് നമ്മളിപ്പോൾ കയറുന്നത് കേട്ടോ. അപ്പോൾ ഇതിലൂടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ അവിടേക്ക് എത്താം. മുന്നേ ഇവിടെ നിന്ന് ബോട്ട് സർവീസാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഇവിടെ ഗ്ലാസ് ബ്രിഡ്ജ്.
വീഡിയോയിൽ കാണുന്നാട്ടും അതിമനോഹരമാണ് കേട്ടോ നേരിൽ ഇത് കാണുമ്പോൾ. വീഡിയോയിൽ കാണുമ്പോൾ ഇതിൻ്റെ ക്ലാരിറ്റി കുറച്ച് കുറവായിട്ട് എനിക്ക് തോന്നുന്നു. സൂര്യൻ ഉദിക്കുന്നതും അതുപോലെ അസ്തമിക്കുന്നതൊക്കെ ഇവിടെ നിന്ന് അതിമനോഹരമായി കാണാം നമുക്ക്. ഇവിടെ നിന്ന് കുറച്ച് നീങ്ങിയാൽ തന്നെ ഒരു വാച്ച് ടവർ ഉണ്ട്. അവിടെ ചെന്നാലും നമുക്ക് 10 രൂപ കൊടുത്താൽ നമുക്ക് അവിടെ നിന്നും ഈ സൂര്യാസ്തമയം കാണാം. തിരുവള്ളൂർ സ്റ്റാച്ചുവിൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ നിന്നാൽ നമുക്ക് വിവേകാനന്ദ റോക്കും അതേപോലെ ഈ ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടെ നിന്ന് നമുക്ക് കാണുന്നത്. പിന്നെ പറയാനില്ലല്ലോ, അത്രയും പീസ്ഫുൾനെസ് ആണ് ഇവിടെ നമുക്ക് ഇരിക്കുമ്പോൾ ലഭിക്കുന്നത്. 133 അടിയുള്ള ഈ സ്റ്റാച്യു മുഴുവനായി കരിങ്കല്ല് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. തമിഴ്നാട്ടിലേക്ക് നിങ്ങൾ യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ കന്യാകുമാരി നിങ്ങളുടെ ലിസ്റ്റിൽ തീർച്ചയായും ഉൾപ്പെടേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ. കഴിഞ്ഞ പോലെ സോമനാഥ് 2 കടലും കൂടി ചേർന്ന അതേ സ്ഥലത്ത് ഇപ്പോഴും അതേപോലെ തന്നെ. വിവേകാനന്ദ മെമ്മോറിയലിൻ്റെ ഉള്ളിൽ വീഡിയോഗ്രാഫി അലൗഡ് അല്ല. വിവേകാനന്ദ റോക്കും തിരുവള്ളൂർ സ്റ്റാച്ചുവും ഗ്ലാസ് ബ്രിഡ്ജും എല്ലാം കണ്ട് ആസ്വദിച്ചതിന് ശേഷം ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റൂമിലേക്ക് തിരിക്കുകയാണ്. അങ്ങനെ സൂര്യ അസ്തമിക്കുന്നത് വരെ നമുക്ക് ഈ തിരിച്ചു വരുന്ന ഫെറിയിൽ കാണാൻ പറ്റി. രാത്രിയായപ്പോൾ റൂമിൽ ഇനി സമയം ചിലവഴിക്കേണ്ട, പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ച് ഇവിടെ മാർക്കറ്റിലൊക്കെ ഒന്ന് നടന്നു. ഹോട്ടൽ സരവണയെന്നാണ് ഞങ്ങൾ ഞങ്ങളുടെ ലഞ്ച് കഴിച്ചത്. ഭക്ഷണം ഞങ്ങൾ വിചാരിച്ചൊക്കെ അത്ര പോരാ. മീൻ പൊള്ളിച്ചത് ഇവിടെ നിന്ന് തീർച്ചയായും കഴിക്കേണ്ട ഒരു ഡിഷ് തന്നെയാണ് കേട്ടോ. കന്യാകുമാരി ആകുമ്പോൾ ഇവിടെ പ്രത്യേകിച്ച് ഇവരുടെ മസാലയും ടേസ്റ്റൊക്കെ വേറെ ലെവൽ തന്നെ. കാപ്പിയൊക്കെ കുടിച്ച് നിൽക്കുക, മാത്രമേ ഇറങ്ങാം. സൂര്യോദയം കാണാനായിട്ട് കണ്ടമാനം ജനങ്ങൾ ഇവിടെ നിൽപ്പുണ്ട്. കാലത്ത് 4:30 മുതൽ ഇവിടെ 6:30 വരെയൊക്കെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുക. 6:20 കഴിയുമ്പോഴാണ് ഒന്ന് സൂര്യനെ ഉദിച്ച് കണ്ടത്.
അറബിക്കടല്, ബേ ഓഫ് ബംഗാള്, പിന്നെ പറഞ്ഞുകൂടി ഉണ്ട് ഇന്ത്യൻ ഓഷൻ. കാലത്ത് 10:10 നമുക്ക് ഇവിടുന്ന് ട്രെയിൻ. കന്യാകുമാരിയിൽ നിന്ന് 10:10 പുറപ്പെടുന്ന ട്രെയിൻ തൃശ്ശൂർ 7 മണിയാകുമ്പോൾ രാത്രി എത്തിച്ചേരും. കന്യാകുമാരി എക്സ്പ്രസ്, അതായത് ഈ ട്രെയിൻ കന്യാകുമാരി മുതൽ ബാംഗ്ലൂർ വരെയാണ് ഈ ട്രെയിൻ പോകുന്നത്. അപ്പോൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഹോട്ടലിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ പിക്കപ്പ് ഉണ്ട്. പ്രായമായിട്ടുള്ള ആൾക്കാർ പോവുകയാണെങ്കിൽ നമുക്ക് ഇതിൽ യാത്ര ചെയ്യാണ് നല്ലത്. അപ്പോൾ അധികം വൈകാണ്ട് തന്നെ അവിടേക്ക് എത്താം. വെയിലൊക്കെ ഉള്ളതാണെങ്കിലേ. അപ്പോൾ കന്യാകുമാരി ട്രിപ്പ് അടിപൊളി ഫാമിലി ആയിട്ടുള്ള യാത്രയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഈ അടുത്ത വീഡിയോയിൽ കാണുന്നവർക്ക് ബൈ ഫ്രം പ്രിയ ആൻ്റണി വ്ളോഗ്സ്. ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ പങ്കുചേർന്നതിൽ നന്ദി. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ബൈ.